നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗുരുജിയുടെ വാക്കുകൾ നിഷേധിക്കുന്നത് ശരിയല്ല. നമ്മളോടുള്ള സ്നേഹം കൊണ്ടാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്ന് കരുതി അമ്മയുടെ ജീവൻ വെച്ച് ഒരു പരീക്ഷണം വേണോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പൂജ വിപിനും പല്ലവിയും ചെയ്യുന്നത് നല്ലതെന്ന്. ഇപ്പോ ഗുരുജിയും അത് തന്നെയല്ലേ പറയുന്നേ? മോളെ പാർവതി, എന്റെ കാര്യത്തില് നിങ്ങൾക്ക് ആർക്കും ഒരു ടെൻഷനും വേണ്ട. സർ, പ്രഭാവതി അമ്മയ്ക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ല. അതുമാത്രമല്ല, ഗുരുജിയുടെ വാക്ക് നിഷേധിക്കാൻ എനിക്കും പറ്റില്ല. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഗുരുജിയെ തന്നെ നേരിട്ട് വിളിച്ചു വരുത്താം. ഇപ്പൊ വിളിച്ച ഗുരുജി ഉടനെ ഇവിടെ എത്തും. എന്നിട്ട് ഗുരുജി തന്നെ നേരിട്ട് അമ്മയെ പറഞ്ഞു ബോധ്യപ്പെടുത്തട്ടെ. അന്നേരം അമ്മയ്ക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഗുരുജിയോട് നേരിട്ട് തന്നെ ചോദിക്കാലോ. ഗുരുജി ഇവിടെ വന്ന എല്ലാം പൊളിയും. ഞാൻ വിശാലിനോട് ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞത് കള്ളമായിരുന്നുവെന്ന് ഇവിടെ തെളിയും. അതുകൊണ്ട് ഗുരുജിയെ വരുത്താൻ നിൽക്കണ്ട. തൽക്കാലം ഇത് സമ്മതിച്ചു കൊടുക്കാം. അതാണ് ബുദ്ധി. എന്നാ പിന്നെ ഗുരുജിയെ വിളിച്ചു വരുത്തട്ടെ അമ്മേ. ആ മോനെ, എടാ അത് വേണ്ട. എന്തിനാ വെറുതെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നേ? നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ തന്നെ നടക്കട്ടെ കാര്യങ്ങള്. വിപിനും പല്ലവിയും ചേർന്ന് ഈ പൂജ നടത്തട്ടെ. ആ ഗാർഗി, നീ പോയി വിപിനെയും പല്ലവിയും വിളിച്ചോണ്ട് വാ. ആ പ്രഭാവതി അമ്മേ, നിങ്ങൾ 8 അടി പാഞ്ഞ ഞാൻ 16 അടി പായും. പല്ലവി, പല്ലവി വന്നേ. അവിടെ ചേട്ടനും ചേച്ചിയും അമ്മയുടെ കൂടെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പൂജ നടത്താൻ റെഡിയായിരിക്കുക. നീ അങ്ങോട്ട് വന്നേ. ഇല്ല, ഞാൻ വരുന്നില്ല. നീ എന്താ അങ്ങനെ പറയുന്നത്? വരുന്നില്ല, അത്ര തന്നെ. കൂടുതൽ വിശദീകരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. പല്ലവി, വലിയ ഭാഗ്യത്തെയാ നീ തട്ടിക്കളയാൻ പോകുന്നത്. എന്ത് ഭാഗ്യം? എടോ, ഈ പൂജ ചെയ്താലേ നമുക്ക് 2 കോടി രൂപയും ചന്തമുള്ള ഒരു കുഞ്ഞാവേ ഉണ്ടാവൂ. ഏ? അതേടോ, അതിനൊക്കെ വേണ്ടിയാ താഴെ പൂജ നടത്തുന്നത്. താൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കാതെ എന്റെ കൂടെ വാടോ. ഈ പൂജയിൽ പങ്കെടുത്ത നമുക്ക് കുഞ്ഞും കോടിയൊക്കെ കിട്ടുമല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. താനൊന്ന് വന്നേ. എങ്കിൽ ഞാൻ റെഡി ആയിട്ട് വരാം. ശരി, ഞാനും റെഡി ആവട്ടെ. ആ. അണ്ണൻ എന്ത് വേണം? ഇതിന്നൊരു 10-20 പാവകള് വേണം. കടയിലേക്ക് കൊടുത്തുവിട്. ശരി അണ്ണാ. ഇതങ്ങോട്ട് പിടിക്ക്. കണക്കൊക്കെ നമുക്ക് പിന്നെ പറയാം. സാധനം പെട്ടെന്ന് കൊടുത്തുവിടണേ. ശരി, പോട്ടെ മോളെ. സർ, ദേ കുഞ്ഞിന്റെ അമ്മ വന്നു. ആ ബാപ്പാറു. എന്താ സാറേ? അമ്മേ, സാറിന് ഈ പാവ വേണം. സാറ് നേരത്തെ 2000 രൂപ തന്നിട്ട് ഈ പാവ കൊണ്ടുവന്ന് നിന്നതാ. ഞാൻ പറഞ്ഞു അമ്മ വരട്ടേന്ന്. ആണോ? ഇതിന് 2000 രൂപയൊന്നും അല്ല സാർ, 250 രൂപയേ ഉള്ളൂ.
അറിയാം. പക്ഷേ ഞങ്ങൾക്ക് പോകാൻ അല്പം ധൃതിയുണ്ടായിരുന്നു. അതുകൊണ്ടാ 2000 രൂപ കൊടുത്തിട്ട് ഇതെടുത്തിട്ട് പോവാന്ന് കരുതിയത്. മോളെ ആ പാവ അങ്ങ് കൊടുക്ക. ഇതാ സാറേ. ദാ ബാക്കി വെച്ചോ. പോവാം. പാവ 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 വേണോ? പാവ 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 വേണോ? പാർവതി, അന്ന് ഞാനും വിനയും മാത്രമാ. വിപിൻ ജനിച്ചതേ ഉള്ളൂ. ഞങ്ങളെ 3 പേരെയും ഒരുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെയാ പ്രഭാവതി അമ്മ വളർത്തിയത്. ഒരുപക്ഷെ അവരെ 2 പേരെക്കാളും എനിക്കായിരുന്നു അമ്മ ശ്രദ്ധ നൽകിയിരുന്നതെന്ന് പറയാം. ശരിക്കു പറഞ്ഞ ഗായത്രി അമ്മ ഇല്ലാതിരുന്നതിന്റെ കുറവ് അറിയിക്കാതെയാ പ്രഭാവതി അമ്മ എന്നെ വളർത്തിയത്. ആ അമ്മയ്ക്ക് എന്ത് സമ്മാനം കൊടുത്താലും എനിക്ക് മതിയാവില്ല. പക്ഷെ ഈ പാവ കണ്ടപ്പോ ഇത് അമ്മയ്ക്ക് സമ്മാനിക്കണമെന്ന് എനിക്ക് തോന്നി. എന്താ, ഇങ്ങനൊരു ചെറിയ സമ്മാനമെങ്കിലും അമ്മയ്ക്ക് കൊടുക്കണ്ടേ പാർവതി? പാവം വിശാൽ സാറ് ഉള്ളറിഞ്ഞ് നിഷ്കളങ്കമായ സാറ് പ്രഭാവതി അമ്മയെ സ്നേഹിക്കുന്നത്. പക്ഷേ അവര് കാണിക്കുന്നത് മുഴുവൻ കപട സ്നേഹമാണെന്ന് സാർ അറിയുന്നില്ലല്ലോ. പ്രഭാവതി അമ്മ സ്നേഹിച്ച് വഞ്ചിക്കുകയായിരുന്നു എന്ന് സാർ അറിയുന്ന ദിവസം എങ്ങനെ അത് സഹിക്കും? സാറ് ആകെ തകർന്നു പോവും. എത്രമാത്രം ആഗ്രഹിച്ച ഈ പാവ വാങ്ങിയത്. അമ്മയ്ക്ക് സമ്മാനമായി കൊടുക്കാൻ വച്ചിരുന്ന പാവ ഈ ഗതിയായി പോയല്ലോ. വിശാൽ സാർ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.